പുലിമുരുകൻ 100 കോടി ക്ലബിലേക്ക്. മലയാള സിനിമയെ പുലി പിടിച്ചുവെന്നാണ് ആദ്യ ദിവസ കളക്ഷൻ വ്യക്തമാക്കുന്നത്. വീട്ടമ്മമാർ കൂടി സഹായിച്ചാൽ പുലിമുരുകൻ മലയാളത്തിലെ ആദ്യ 100 കോടി ക്ലബ് ചിത്രം. ആദ്യ 3 ആഴ്ചയിലെ കളക്ഷനിൽ തന്നെ മലയാള സിനിമയിലെ നിലവിലുള്ള റെക്കോർഡുകൾ മുരുകൻ പുലിയോടൊപ്പം മറികടക്കുന്നുവെന്നാണ് സൂചന. ആദ്യ 3-4 ദിവസം 331 തിയേറ്ററുകളിലാണ് പുലിമുരുകൻ പ്രദർശിപ്പിക്കുന്നത്. ഇതിൽ 250 തിയേറ്ററുകളെങ്കിലും 2 ആഴ്ച വരെ തുടരും. 200 തിയേറ്റർ വരെ 3 ആഴ്ചയും തുടരാം. സാധാരണ ഒരു സിനിമ കളിക്കുന്നതിന്റെ ഇരട്ടി തിയേറ്ററാണിത്. ഒരിടത്തും കളക്ഷൻ ഡ്രോപ്പ് ഉണ്ടായിട്ടില്ല. സിനിമ പ്രശ്നമാണെങ്കിൽ അതുണ്ടാകേണ്ട സമയമായി, പ്രത്യേകിച്ചും നാട് മുഴുവൻ റിലീസ് ചെയ്ത സാഹചര്യത്തിൽ. കബാലി പോലും ആദ്യ ദിവസത്തെ രാത്രി ഷോകളോടെ പുറകോട്ടാണെന്ന് വ്യക്തമായിരുന്നു. തിയേറ്ററുകളിലെ ബുക്കിംഗ് രീതി കണ്ടാണ് ഇത് വിലയിരുത്തുന്നത്. എന്നാൽ പുലിമുരുകൻ ആദ്യ ദിവസം പിന്നിടുമ്പോൾ അത്തരമൊരു തളർച്ച ഒരിടത്തു പോലും കാണിക്കുന്നില്ല. ഇത്രയേറെ തിയേറ്ററുകളിൽ ഒരു സിനിമ ഗ്രാഫ് ഉയർത്തി നിർത്തുന്നത് മലയാളത്തിലെ ആദ്യ സംഭവമായിരിക്കും. യുവാക്കൾ സിനിമ ഏറ്റെടുത്തു എന്നത് സത്യമാണ്. മോഹൻലാൽ ഫാൻസ് മാത്രം ഏറ്റെടുത്താൽ ഇതുപോലെ കളക്ഷൻ വരില്ല. ഫാൻസ് കത്തുന്ന തീയിലെ ഇന്ധനമാണ്. കത്തേണ്ടത് സിനിമ തന്നെയാണ്. ദൃശ്യം ചെയ്തത് 80 കോടിയോളം രൂപയുടെ ബിസിനസ്സാണ്. എന്നു നിന്റെ മൊയ്തീൻ 70 കോടിയോളം രൂപയുടെ ബിസിനസ്സും ചെയ്തു കാണും. ഇതിന് രണ്ടിനും പുറകിലുണ്ടായിരുന്നത് സ്ത്രീകളുടെ ശക്തിയാണ്. ഗ്രോസ് കളക്ഷൻ ഉയർത്തുന്നത് ഫാമിലി ക്രൗഡാണ്. പുലിമുരുകന്റെ ആദ്യ ഷോകൾ കണ്ട സ്ത്രീകൾ അതീവ സന്തോഷത്തോടെയാണ് തിരിച്ചുപോയത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പുലിയെ പേടിച്ച് വീട്ടിലിരിക്കാൻ ഇടയില്ല. ക്രിസ്മസ് വരെ വമ്പൻ പടങ്ങളൊന്നും റിലീസ് ചെയ്യാനിടയില്ല. നവംബറിൽ മോഹൻലാലിന്റെ പടമാണ് ഇനി വരാനുള്ളത്. ഇത് തീയതി മാറ്റുമോ എന്ന് കണ്ടറിയണം. ഇതെല്ലാം കാണിക്കുന്നത് മലയാള സിനിമയെ പുലി പിടിച്ചു എന്നു തന്നെയാണ്. അതായത് 100 കോടി എന്ന സ്വപ്ന സംഖ്യയിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അടുത്ത കാലത്തൊന്നും ആദ്യ ദിവസം തന്നെ ഇത്രയും ശക്തമായ കളക്ഷൻ മുന്നിൽ കണ്ട സിനിമ ഉണ്ടായിട്ടില്ല. തിങ്കളാഴ്ചയോടെ ചിത്രം വ്യക്തമാകും. ലഭ്യമായ കണക്കുകളും റിപ്പോർട്ടുകളും ട്രെൻഡുകളും കാണിക്കുന്നത് മോഹൻലാൽ മലയാളത്തിലെ ആദ്യ 100 കോടി ക്ലബ് അംഗമാകും എന്നു തന്നെയാണ്.